നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യൽ ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഗുരുവായൂരപ്പാ ശരണം. ഭഗവാനെ പ്രസാദിക്കണേ. മേൽപ്പത്തൂരിന്റെ മുമ്പിലിരിക്കുന്ന ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ തൻ്റെ ആ സ്വരൂപം മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത് കേൾക്കാനുള്ള മോഹം. അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിലാണ് പട്ടേരി ആരംഭിക്കുന്നത്. നിർവ്യാപാരോപി. ആ ഭഗവാന്റെ സൃഷ്ടിയുടെ പ്രത്യേകത, ഒരിക്കലും പരബ്രഹ്മത്തിന് ഒരു വ്യാപാരവും ഉണ്ടായിരുന്നില്ല, ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അനങ്ങാതെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കല് മാത്രം. നിഷ്കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചൈതന്യം, ആ ഭഗവാൻ പ്രത്യേകമായ കാരണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അജഭജസേയൽ ക്രിയാമീക്ഷണാഖ്യാം, ആ പരബ്രഹ്മ ചൈതന്യം ഒന്നിങ്ങനെ നോക്കി. എവിടേക്കാന്നില്ല. കാരണം എന്താ? ലോകല്യ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടേക്ക് നോക്കി എന്നാ പറയുക? നോക്കി പറഞ്ഞേ. ആ നോട്ടത്തിൽ നിന്ന് തേനൈവോദേതി ലീനാ പ്രകൃതി, ഭഗവാന്റെ ഈക്ഷണം എന്നുള്ള ആ ക്രിയയിൽ നിന്നാണ്, നോട്ടത്തിൽ നിന്നാണ് ആ ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന അഥവാ ഉറങ്ങിക്കിടന്നിരുന്ന എന്നൊക്കെ പറയാം ആ മായ പ്രകൃതി ആവിർഭവിക്കുന്നത്. അങ്ങനെയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു സമ്പ്രദായം. പിന്നെയോ തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം, ഇരുട്ടിനെ അഥവാ തമോ ഗുണത്തിന് മറയ്ക്കാൻ സാധിക്കാത്ത, അതായത് അജ്ഞാനത്തിന് മറയ്ക്കാൻ സാധിക്കാത്ത തേജോമയമായ രൂപമാണ് ഭഗവാന്റേത്, ഗുരുവായൂരപ്പന്റെ. സത്വരൂപം സത്വം ധൃത്വാ ദധാസി. ആ മായയുടെ പ്രകൃതിയുടെ
ശുദ്ധമായ സാത്വിക അംശത്തെ സ്വീകരിച്ചാണ് ഭഗവാൻ സ്വരൂപം എടുത്തിട്ടുള്ളത്. അതിനാൽ യാതൊരു ശക്തിക്കും മറയ്ക്കാൻ സാധിക്കാത്തതാണ് ഗുരുവായൂരപ്പന്റെ ഭഗവാന്റെ സ്വരൂപം. ഗുരുവായൂരപ്പന്റെ സ്വരൂപം അതിൻ്റെ അടുത്ത പ്രത്യേകത എന്താ? മേൽപ്പത്തൂര് പറയുന്നുണ്ട്, സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഇത് പറയണ മേൽപ്പത്തൂരിനെ ഒരത്ഭുതം. ഇവിടെ ഒരു സംബോധന കാണാം, വൈകുണ്ഠ എന്നുള്ളത്. വൈകുണ്ഠവാസിയായ ഭഗവാനെ എന്ന് തന്നെയാണ് അർത്ഥം. ഇതൊന്ന് രസകരമായിട്ട് നമ്മൾ ചിന്തിച്ചാലോ? അഥവാ പറഞ്ഞാൽ വൈകുണ്ഠൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം രസായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുണ്ഠിതവും ഇല്ലാത്തവൻ. ഭഗവാൻ സ്വരൂപം എടുത്തപ്പോൾ അദ്ദേഹത്തിനൊരു കുണ്ഠിതമില്ല. എന്നാൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ നമുക്ക് ഓരോ രൂപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ രൂപം എടുത്തപ്പോഴോ ഒന്നും പറയാനില്ല. പിന്നെ ജനിച്ചത് മുതൽക്ക് തുടങ്ങിയതാണ് ഉത്കണ്ഠ, കുണ്ഠിതം തുടങ്ങിയ ഓരോന്നായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ സൃഷ്ടിയില് കുണ്ഠിതമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അതാണ് അന്വേഷിക്കേണ്ടത്. ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ട കുണ്ഠിതമില്ലാത്ത ആള് അദ്ദേഹമാണ് വൈകുണ്ഠൻ. അദ്ദേഹത്തിന്റെ സ്ഥലം വൈകുണ്ഠം. ഈ വൈകുണ്ഠനും അദ്ദേഹത്തിന്റെ സ്ഥലമായ വൈകുണ്ഠത്തിലും കുണ്ഠിതല്ല എന്ന് മാത്രല്ല, അവിടെ എത്തിപ്പെടുന്ന ആൾക്കാരൊക്കെ ഒട്ടും തന്നെ കുണ്ഠിതല്ല. ഇതൊക്കെ കേട്ട് മുമ്പിലിരിക്കുന്ന ഭഗവാൻ ഓരോ നിമിഷവും അക്ഷമനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ? പട്ടേരി അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ രൂപമെടുത്തപ്പോഴത്തെ പ്രത്യേകത അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പട്ടേരി തൻ്റെ രൂപത്തിന്റെ കൗതുകത്തെ ഇതുവരെ വർണ്ണിച്ചിട്ടില്ല. ഭഗവാന് തൻ്റെ രൂപം വർണ്ണിച്ച് കേൾക്കുന്നതിനാണ് ആഗ്രഹേ. അത് അദ്ദേഹം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. തൻ്റെ രൂപത്തിന്റെ ആ കൗതുകം മാത്രം പട്ടേരി വർണ്ണിക്കണില്ല. അതുകൊണ്ട് മേൽപ്പത്തൂര് ഓരോ ശ്ലോകം പറയുമ്പോഴും ഈ ശ്ലോകത്തിൽ പറയും, അടുത്ത ശ്ലോകത്തിൽ പറയും എന്നിങ്ങനെ വിചാരിച്ച് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ആ ഭഗവാൻ. അങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ആ ഭഗവാൻ അപ്പോഴാണ് മേൽപ്പത്തൂര് കേൾപ്പിക്കാൻ തുടങ്ങിയത്. അതാണ് തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്തസിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. മേൽപ്പത്തൂരെ ആ ഭഗവാനെ കേൾപ്പിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ തത്തേ വപുരനുകലയേ. മേൽപ്പത്തൂര് പറയുന്നു, ഞാൻ എപ്പോഴും അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാനെ? ആ ഭഗവാന്റെ നിറത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തില് മേൽപ്പത്തൂര് പറയണത്. പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം. നല്ല ഒന്നാന്തരം മഴക്കാറിന്റെ നിറം. എല്ലാ മഴക്കാറിന്റെയും നിറം ഒരുപോലെ അല്ലാട്ടോ. അതുപോലെ എല്ലാ മഴക്കാറിനെയും നമ്മൾ കാണുമ്പോഴുള്ള കൗതുകം, അതായത് ആ മഴക്കാറിന്റെ ഭംഗി, അതും ഒരുപോലെയല്ല. എല്ലാവർക്കും ആ സൗന്ദര്യം, മഴക്കാറിനെ കാണുമ്പോഴേ ആ സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. എന്താ മഴക്കാറിന്റെ സൗന്ദര്യം? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തിരുവാതിര ഞാറ്റേല, നമ്മളെ കേരളത്തിലുള്ളവർ പറഞ്ഞ നമ്മുടെ മാത്രം സ്പെഷ്യൽ ആണ് എന്ന് പറയുന്ന തിരുവാതിര ഞാറ്റേലയിലെ മഴക്കാറ്.
അതിന്റെ ഭംഗി അല്ലേ അല്ല അതുപോലെ തുലാവർഷത്തിലെ മഴക്കാറിന്. ആ തുലാവർഷത്തെ മഴക്കാറിന്റെ പ്രത്യേകത എന്താ? അത് കിഴക്ക് നിന്നാണ് അങ്ങനെ വരിക. അതിന്റെ മുഴുവൻ ഭംഗിയും കാണണമെങ്കിൽ കേമന്മാരായുള്ള ആൾക്കാർ പറയാറുണ്ട് പശ്ചിമഘട്ടത്തിന്റെ കടുത്തു പോകണം എന്നുള്ളത്. ഇനി അതില്ലെങ്കിലും കുറച്ചൊക്കെ അതിന്റെ ഭംഗി കാണാനൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റും. ആ മഴക്കാറിലേക്ക് പടിഞ്ഞാറ് നിന്ന് അസ്തമയ സൂര്യന്റെ തങ്കകിരണങ്ങളെ ചെന്നങ്ങോട്ട് വീഴുമ്പോ ആ കാർമേഘത്തിന് ഒരു പ്രത്യേക ശോഭ ഉണ്ടാവാനുണ്ട്. കാരണം തുലാമാസത്തിൽ ഈ മഴക്കാറ് സാമാന്യേന വൈകുന്നേരത്ത് ആണ് ഉണ്ടാവുക. അത് ഉച്ചതിരിഞ്ഞൊരു 3 മണി 3:30 മണി ആ സമയത്തൊക്കെയാണ് ആ മഴ പെയ്യാനുള്ള വട്ടം കൂട്ടൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ അസ്തമയ സൂര്യന്റെ എന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവണ കർമേഘത്തിനൊരു പ്രത്യേക ശോഭ ഉണ്ടാവാനുണ്ട്. ആ ഘനപ്പെട്ട കറുപ്പ നിറമുള്ള കാർമേഘത്തിലേക്ക് അതിന്റെ പ്രത്യേകത എന്താ? അതാ കാർമേഘം എന്ന് പറഞ്ഞാൽ പോരാ, വെള്ളം കൊണ്ട് അങ്ങനെ അത്രയ്ക്ക് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇടി അഥവാ ഒരു കാറ്റ് അത്രേ വേണ്ടൂ, എന്നാൽ മഴ പെയ്യാൻ ശരവർഷം മഴ എന്നാണ്. അങ്ങോട്ട് പെയ്യാൻ അങ്ങനെയുള്ള ആ മഴക്കാറിലേക്ക് ഈ സൂര്യരശ്മി വീഴുമ്പോ ഉണ്ടാവണ ഒരു ശോഭ, അതാണ് പ്രത്യഗ്രധാരാധരം എന്ന് പറയണത്. അതന്നെയാണ് നമ്മൾ മലയാളികൾ പറയുന്ന കോടക്കാർ വർണ്ണൻ എന്നുള്ളത്. മേൽപ്പത്തൂര് ഭഗവാന്റെ മുഖത്തേക്കൊന്ന് അങ്ങോട്ട് നോക്കി സന്തോഷായോ? അറിയില്ല. അപ്പോഴാണ് മേൽപ്പത്തൂര് പറഞ്ഞു, ലളിത കളായാവലി കേളികാരം. ഈ ഉദാഹരണം പറയുമ്പോ ഒന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്നാലാണ് അതിന് പൂർണ്ണത വരുള്ളൂ. ഒന്നിൽ കൂടുതൽ പറയണം. ഇവിടെ മേൽപ്പത്തൂര് പറയണു ലളിത കളായാവലി കേളികാരം. ലളിത കളായാവലി എന്ന് പറഞ്ഞാല് കായാവ് അഥവാ കാശാവ് എന്ന് പറയുന്ന ഒരു മരം. ആ മരത്തിന് കഷ്ടിച്ചൊരു 10-15 അടി ഉയരെയാണ് ഉണ്ടാവുള്ളൂ. ചെറിയൊരു മരം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ മരത്തിനാണ് കായാവ് അല്ലെങ്കിൽ കാശാവ് എന്ന് പറയുക. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിധാരാളമായി നല്ല നീല നിറത്തിലുള്ള പൂക്കൾ അങ്ങനെ ഉണ്ടാവും അതില്. അത് പൂക്കുമ്പോ പ്രത്യേകത എന്താ വെച്ചാൽ ഇല പോലും കാണാത്ത തരത്തില് ആപാദമസ്തകം അങ്ങനെ നിറഞ്ഞ് തുറ്റായിട്ട് പൂക്കളുണ്ടാവും. കുറച്ച് ദിവസം അതുപോലെ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും. പുതിയ തളിരും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവും. ഇന്ന് അപൂർവമായിട്ട് ഈ മരം കാണാം. എന്തേ മരം കുറഞ്ഞു പോയത്? അതിന്റെ പേരെന്നെയാണ് അത് കുറയാനുള്ള കാരണവും. എന്താ അതിന്റെ പേര്? കായാവ് അല്ലെങ്കിൽ കാശാവ് എന്ന് പറഞ്ഞല്ലോ നമ്മള്. ഇതിനെ ഈ കാശാവ് എന്നുള്ള മരത്തിന് നമ്മൾ പറഞ്ഞപ്പോ എന്തായി? കായാവ് എന്നുള്ളത് കാശാവ് എന്നായി. അങ്ങനെ അത് കാശായപ്പോ അതിന്റെ എണ്ണം കുറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാല് വെട്ടി വിറ്റ് കാശാക്കി തന്നെ. അങ്ങനെയുള്ള ആ കായാവു മരം അഥവാ കാശാവു മരം സമൃദ്ധമായി നിബിഡമായി പൂത്തു നിൽക്കുന്നത് പോലെ ഘനപ്പെട്ട നീലനിറം. ഇത് മേൽപ്പത്തൂരങ്ങ് പറഞ്ഞപ്പോഴേ ഭഗവാന് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടായി. അതുകൊണ്ടാണ് ഈ മേൽപ്പത്തൂരിന്റെ മുൻപില് അഗ്രേവശ്യാമിയായി വന്നപ്പോ ഭഗവാന്റെ നിറം കണ്ടത് നിബിഡതരകളായാവലീലോഭനീയം എന്നാണ്. അതാണ് ഭഗവാന് ഇഷ്ടം. രസം തോന്നി ഭഗവാന്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഭഗവാൻ ഗുരുവായൂരപ്പൻ ആരുടെ മുന്നിലാ പ്രകാശിക്കുക?
എത്ര അധികം കൗതുകമുള്ള ആ ഭഗവാൻ. ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് മുന്നില് ആ പുണ്യം മുഴുവനും അങ്ങനെ തന്നെ ഇങ്ങോട്ട് സ്വരൂപെടുത്ത് വന്നാൽ എങ്ങനെയുണ്ടാവും? എങ്ങനെയുണ്ടാവും ചോദിച്ചാൽ നമ്മുടെ ഈ ഗുരുവായൂരപ്പനെ പോലെ ഉണ്ടാവും തന്നെ ഉത്തരം. അപ്പൊ ഈ പട്ടേരി പറഞ്ഞ സുഹൃതം അതെന്താ? അത് ആലോചിക്കേണ്ടതാണ്. എന്താ ഈ സുഹൃതം? സുഹൃതം ചെയ്തവൻ അഥവാ നല്ലത് ചെയ്തവൻ. അപ്പൊ ഈ നല്ലത് അല്ലെങ്കിൽ ചീത്ത ഇതൊക്കെ ആപേക്ഷികങ്ങളാണ്, വളരെ ആപേക്ഷികമാണ്. നല്ലത് എന്ത്, ചീത്ത എന്ത്, എങ്ങനെ നമുക്ക് പറയാൻ കഴിയുക? ഇത് പറയാനൊരു എളുപ്പമുണ്ട്. എന്താണെങ്കിൽ ഈ ഭഗവാന്, ഗുരുവായൂരപ്പന്, നമ്മുടെ ഉണ്ണിക്കണ്ണന് സന്തോഷം ഉണ്ടാക്കണ കാര്യം അതൊക്കെ സുഹൃതം. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിച്ചവരെ സുഹൃതികള്. ഇങ്ങനെയുള്ള സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. അങ്ങനെയുള്ള സുഹൃതികളുടെ കണ്ണുകൾക്ക് മുന്നിൽ സ്വരൂപം എടുത്ത് ആ ഭഗവാൻ വരും. വില്വമംഗലത്തിന്റെ മുമ്പില് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ വില്വമംഗലത്തിന്റെ രചനയൊക്കെ എങ്ങനെ കേട്ട്, ഈ ഭഗവാനും വില്വമംഗലം തമ്മിലൊരു കരാറൊക്കെ ഉണ്ടേ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ശ്രീകൃഷ്ണ കർണാമൃതം എന്നുള്ളത് അങ്ങനെ രചിക്കുമ്പോ എന്താ കരാറ് എങ്കില്, ഭഗവാന്റെ ഓരോ ലീലകളാ അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ സ്മരിച്ച് അങ്ങനെ വർണ്ണിക്കും. ഇങ്ങനെ ലീല ആടിയിട്ടില്ല എങ്കിൽ ഭഗവാൻ തലയിളക്കില്ല. അല്ല, ആടിയിട്ടുണ്ടെങ്കിലോ തലയാട്ടണം. വെറുതെ ഇങ്ങോട്ട് തലയാട്ടിയാ പോരാ. വില്വമംഗലത്തിന്റെ ആ കണ്ടീഷൻ അതാണ്. എങ്ങനെ തലയാട്ടണം? ആ ഉണ്ണിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള കാതിലെ കൊടക്കടുക്കൻ നല്ലോണം ആടണം. അങ്ങനെ തലയാട്ടണം എന്നാണ്. ഇല്ലെങ്കിലോ തലയാട്ടിയില്ലെങ്കിൽ സംശയിക്കാനൊന്നുമില്ല. ആ എഴുതിയിട്ടുള്ള ഓല അപ്പങ്ങട് നെടുകങ്ങട് ചീന്തും ഒഴുകണ ഭാരതപ്പുഴയിലേക്കാണ് വലിച്ചെറിയും. ഇതാണ് അദ്ദേഹത്തിന്റെ ഭഗവാനായിട്ടുള്ള ആ സ്നേഹത്തിന്റെ, ആ ഭക്തിയുടെ ഒക്കെ ആ ഗാംഭീര്യം. അങ്ങനെ വില്വമംഗലത്തിന്റെ മുമ്പിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ രചന കേട്ട് കാതിലണിഞ്ഞ കുണ്ടലങ്ങൾ ആട്ടിക്കൊണ്ട് ഇത് കേൾക്കലാണ് തന്റെ കർണങ്ങൾക്ക് അമൃതം എന്നും പറഞ്ഞ് വില്വമംഗലത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സുഹൃതം രൂപം എടുത്തു വന്നത്. അതുപോലെ കുറൂരമ്മയുടെ മുമ്പില് ആ അമ്മ ജപിച്ച നാമത്തിന്റെ മുഴുവനും പുണ്യവും ആ അമ്മ എന്താ വിളിക്കുക? ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് വിളിച്ചാണ് എല്ലാ സമയത്തുവേ. അന്നൊരു ദിവസം ഇതുപോലെ അമ്മയ്ക്ക് തോന്നി, എന്താപ്പ തൻ്റെ ഉണ്ണി അങ്ങോട്ട് കാണാനില്ലല്ലോ, കാലത്രയി താൻപ ഈ ഉണ്ണി ഉണ്ണി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അന്നാണ് കുറൂരില്ലത്തെ വടുക്കിണിയുടെ വടക്കോട്ടുള്ള വാതിലെ തള്ളി തുറന്ന് അമ്മേ എന്നും വിളിച്ച് അങ്ങോട്ട് വന്നത്. ഉണ്ണി, ആ അമ്മയുടെ ഉണ്ണി. ആ അമ്മ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല സുഹൃതങ്ങളും ഒന്നിച്ച് സ്വരൂപം എടുത്ത് കുറൂരമ്മയുടെ കുട്ടനായിട്ട് അമ്മയെന്ന് വിളിച്ച് ആണ് പിന്നാലെ അങ്ങോട്ട് നടന്നിട്ടുള്ളത്. എത്ര കാലം! അതാണ് സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. പിന്നെയോ ലക്ഷ്മി നിശങ്കലീലാനിലയനം. ഭഗവാന്റെ ഈ ഗുരുവായൂരപ്പന്റെ പൊന്നുതിരുമേനിയിലാണ് മഹാലക്ഷ്മി ഒരു സംശയവും കൂടാതെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നിശങ്കലീലാനിലയനം.
അമൃതസ്യന്ത സന്തോഹമന്തസിഞ്ചൽ സഞ്ചിന്തകാനാം. ഇങ്ങനെയുള്ള സുഹൃതികൾക്കും അതുപോലെ ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുന്നവർക്കും ആ രൂപം അമൃതപ്രവാഹമായിട്ട് അങ്ങനെ അനുഭവപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ വപുരനുകലയെ ഞാൻ ധ്യാനിക്കുകയാണ്. മേൽപ്പത്തൂര് പറഞ്ഞു. ഭഗവാൻ നന്നായിട്ട് മേൽപ്പത്തൂരിന് മുഖത്തേക്ക് നോക്കി അങ്ങനെ മന്ദഹസിച്ചു. എന്താ കാരണം? നിറം മാത്രമാണ് ഇപ്പൊ ഇവിടെ പട്ടേരി പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും എന്താ, ആ ഭഗവാന്റെ നീല നിറം എന്നിങ്ങടാവുമ്പോഴേക്കും തന്നെ ഇത്രയൊന്നും തന്നെ എന്താ പറയണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ എന്തൊക്കെ സുഹൃതങ്ങളാണ് ചെയ്യണത് ഓരോ ദിവസവും എന്നുള്ളത്. എന്നിട്ടും നമ്മുടെ മനസ്സില് എന്തോ ഒരു തോന്നല്, ഈ ശ്ലോകം ചെല്ലുമ്പോ എന്തോ ഒരു തോന്നല് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഭഗവാൻ ചിരിച്ചത്. ആ ചിരി കണ്ട പട്ടേരിക്ക് തോന്നി, ഇപ്പോൾ എന്നെ കാണുമ്പോ എന്തു തോന്നണു എന്ന് ചോദിക്കുന്നത് പോലെ. എന്താ പട്ടേരിക്ക് ഈ ഭഗവാനെ കുറിച്ച് ഒരു തോന്നല്, ഒരു വിചാരം ഉണ്ടായിരുന്നു മേൽപ്പത്തൂരിന് ഈ ഭഗവാനെ കുറിച്ച്. നമ്മൾ നേരത്തെ അനുസ്മരിച്ചു, അമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചൽ സഞ്ചിന്തകാനാം. ഏതൊരു ഭാരതീയന്റെയും ആഗ്രഹം എന്താ? മൃത്യോർമാ അമൃതം ഗമയ എന്നുള്ളതാണ്. ആ രൂപത്തിന്റെ ഒരു സ്മരണ മാത്രമാണ് വേണ്ടതുള്ളൂ. അത് നമ്മളെ അമൃതത്വത്തിലേക്കാണ് എത്തിക്കണത്. ഈ പട്ടേരിക്ക് ഭഗവാനെ കുറിച്ച് ഒരു വിചാരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഭഗവാനോട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണ് ആ തുറന്നു പറച്ചില്? അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ, അടുത്ത ആഴ്ച ആ കാരുണ്യത്തെക്കുറിച്ച് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.